പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചു എന്നാണ് രാജ്ഭവന്റെ വാദം. രാജ്ഭവനിലെ പരിപാടിക്ക് താമസിച്ചെത്തി, ദേശീയഗാനത്തിനു മുമ്പ് ഇറങ്ങിപ്പോയി എന്നും രാജ്ഭവൻ പറയുന്നു. അഷിൻ ഡിയേഗോ വിവരങ്ങളുമായി. അഷിൻ ഡിയേഗോ, രാജ്ഭവൻ പരിപാടിയിൽ വൈകിട്ടാണ് എത്തിയതെന്നുള്ള കാര്യം മന്ത്രി തന്നെ അറിയിക്കുന്നുണ്ട്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് താൻ ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. പ്രോട്ടോകോൾ ലംഘനം വൈകി എത്തിയതിനാണോ ഇറങ്ങിപ്പോയതിനാണോ? സ്മൃതി, രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രോട്ടോകോൾ ലംഘനം കാണിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും ഓഫീസിലേക്ക് കത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം താമസിച്ചെത്തി എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. മാത്രമല്ല പരിപാടി കഴിയുന്നതിന് മുൻപ്, ദേശീയഗാനത്തിന് മുൻപ് തന്നെ മന്ത്രി ഈ ഗവർണറുടെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊരു കാരണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സാധാരണ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആദ്യം ചീഫ് ഗസ്റ്റായ ഗവർണർ പോയതിനു ശേഷം മാത്രമാണ് പരിപാടിയിലുള്ള മറ്റുള്ളവർ പോകാറ്. പക്ഷേ ആ ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് രാജ്ഭവൻ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, പ്രോട്ടോകോളും മാന്യതയും ലംഘിച്ചിരിക്കുന്നത് ഗവർണറാണ് എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രി തന്നെ നൽകിയിട്ടുള്ളത്. ഈ പ്രോട്ടോകോൾ ലംഘനമായി താൻ കാണുന്നില്ല. തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി ഭാരതാംബ ചിത്രം, അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി തനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ആ പരിപാടി ബഹിഷ്കരിച്ചു എന്നൊരു വിശദീകരണമാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടുള്ളതും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുള്ളതും ഗവർണറാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിക്കുന്നതും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ബഹിഷ്കരണങ്ങൾ തുടരും എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ഈ ചിത്രം, അതായത് ഭാരതാംബ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം വെച്ചുള്ള പരിപാടികളിൽ ഇനി പങ്കെടുക്കില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോര് മറ്റൊരു തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രാജ്ഭവനിൽ നിന്നും പ്രോട്ടോകോൾ ലംഘനം ആരോപിച്ചുകൊണ്ട് ഒരു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി. പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയതെന്നുള്ള പ്രതികരണം രാജ്ഭവനിൽ നിന്ന് വരുന്നു. രാജ്ഭവനിലെ പരിപാടിക്ക് മന്ത്രി താമസിച്ചെത്തി എന്നുള്ളതാണ് ഒരു വാദമായി പറയുന്നത്. ദേശീയഗാനത്തിന് മുൻപ് തന്നെ മന്ത്രി ഇറങ്ങിപ്പോയി എന്നും രാജ്ഭവൻ പ്രതികരിക്കുകയാണ്. രാജ്ഭവനും സർക്കാരും, ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാജ്ഭവനിൽ നടത്തുന്ന പരിപാടികളിൽ കൃത്യമായും ഇനി ഭാരതാംബയുടെ ചിത്രമുണ്ടാകും എന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് രാജ്ഭവൻ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല എന്നുകൂടി ഇതിൽ വിശദീകരിക്കുന്നു. അപ്പോൾ രാജ്ഭവൻ നടത്തുന്ന പരിപാടികളിൽ ഇനി മന്ത്രിമാർക്ക് ക്ഷണമുണ്ടായാൽ മന്ത്രിമാർ ആ പരിപാടികൾക്ക് പോകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവന്റെ പ്രതികരണം. അഷിൻ ഡിയേഗോ, ഇപ്പോൾ പ്രോട്ടോകോൾ ലംഘനം എന്ന ആ പരാമർശത്തോട് മന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നു? അഷിൻ, ഈ പ്രോട്ടോകോൾ ലംഘനം എന്ന പരാമർശത്തോട് എങ്ങനെയാണ് മന്ത്രിയുടെ പ്രതികരണം? സ്മൃതി, മന്ത്രി പറയുന്നത് പ്രോട്ടോകോൾ ലംഘനവും മാന്യതയും ലംഘിച്ചിരിക്കുന്നത് ഗവർണറാണ് എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു വിശദീകരണം. കാരണം തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി, ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി വന്നു, അതിൽ പ്രോട്ടോകോൾ ലംഘനമായി താൻ കാണുന്നില്ല എന്നൊരു മറുപടിയാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയിട്ടുള്ളത്. മന്ത്രി എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം താൻ പങ്കെടുക്കുന്നൊരു പരിപാടി, ആ പരിപാടിയിൽ ഈ ഭാരതാംബ ചിത്രം ഉണ്ടാകുമെന്നും അതിൽ പുഷ്പാർച്ചന നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നൊരു കാര്യമാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല, ഈ പ്രോട്ടോകോൾ ലംഘനം സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്ന ഉടൻ തന്നെ മന്ത്രി പറഞ്ഞത് ഈ സാമാന്യ മര്യാദയും അതുപോലെ തന്നെ പ്രോട്ടോകോളും ലംഘിച്ചിരിക്കുന്നത് താനല്ല, മറിച്ച് ഗവർണറാണ് ഇത് നടത്തിയിട്ടുള്ളത് എന്നൊരു മറുപടിയാണ് മിനിസ്റ്റർ എന്തായാലും നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോര് അത് വീണ്ടും തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സംഭവങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഒരു പോര് അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഭാരതാംബ എന്നൊരു വിവാദം അത് ഇപ്പോഴും വിവാദമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി പറയുന്നതനുസരിച്ച് ഈ സ്കൗട്ടിൻ്റെ പരിപാടിയുടെ അവാർഡ് വിതരണത്തിനാണ് താൻ അവിടെ എത്തിയത്. താൻ എത്തും മുമ്പ് തന്നെ പരിപാടികൾ തുടങ്ങിയിരുന്നു. താൻ മറ്റൊരു പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് എത്തുമ്പോൾ താമസിക്കും എന്നുള്ള കാര്യം രാജ്ഭവനെ അറിയിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് താൻ അവിടെ പരിപാടിക്ക് വേണ്ടി എത്തുന്നത്. താൻ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഭാരതാംബയുടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നതും താൻ അതിൽ കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പിന്നീട് താൻ അതിനുശേഷമാണ് പരിപാടിയിൽ നിന്നും പങ്കെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് മിനിസ്റ്റർ പറയുന്നത്. മാത്രമല്ല, ഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെയോ ഫോട്ടോ വെച്ച് കത്തിക്കുന്നതിൽ തെറ്റില്ല, ചിത്രങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ദീപം തെളിയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് ഏത് തരത്തിൽ, ഇത് കുട്ടികൾക്ക് പോലും അറിയില്ലാത്ത ഒരാളാണ്, ഇത് എന്തിൻ്റെയും ഒരു മതചിഹ്നമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ഇങ്ങനെയുള്ള സംഭവം എങ്ങനെ കത്തിക്കാൻ കഴിയും എന്നൊരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. തൻ്റെ വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തിയ ശേഷമാണ് അവിടെ നിന്നും ഇറങ്ങിയത് എന്നുള്ള കാര്യമാണ് മന്ത്രി ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും
ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോര് മുറുകുകയാണ്. മന്ത്രി നടത്തിയിട്ടുള്ളത് കനത്ത പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിച്ചിരിക്കുന്നത്. സാധാരണ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ തന്നെയാണ് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് വേദി വിട്ട് പോയതിനു ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് അതിഥികളാണെങ്കിൽ പോലും അവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ദേശീയഗാനം അതിനുശേഷം മാത്രമാണ് വിശിഷ്ട അതിഥികൾക്ക് പോലും അവിടുന്ന് ഇറങ്ങാൻ കഴിയുക എന്നുള്ളതാണ്. മന്ത്രി 2 പ്രോട്ടോകോൾ ലംഘനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന്, രാജ്ഭവനിലെ പരിപാടിയിലേക്ക് താമസിച്ചെത്തി എന്നുള്ളത്. രണ്ടാമത്തേത്, ദേശീയഗാനത്തിന് മുമ്പ് ഗവർണറുടെ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള 2 കാരണങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്മൃതി.